നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലബനനും ഇസ്രയേലും തമ്മിൽ ഘോര യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർമാരുമായി അടുത്ത ബന്ധമുള്ള ഇസ്രയേൽ ചാരനെ ലബനീസ് അധികൃതർ ബെയ്റൂട്ടിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇസ്രയേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുകയും ഹിസ്ബുള്ളയുടെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ വധത്തിലേക്ക് നയിച്ച കൃത്യമായ വിവരങ്ങൾ ചോർത്തി നൽകുകയും ചെയ്തതിനാണ് ഇയാളെ പിടികൂടിയതെന്ന് ലബനീസ് സുരക്ഷാ വിഭാഗത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയായ AFPയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഭയക്കേണ്ടുന്ന ഒരു കാര്യം ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കൈകളിലേക്കാണ് ഇയാൾ പോകുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഹിസ്ബുള്ളയുടെ കൈകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ചാരൻ നേരിടാൻ പോകുന്നത് അതിക്രൂരമായ ആക്രമണങ്ങളായിരിക്കും. ഇയാളെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങളിലേക്ക് മൊസാദ് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. തെക്കൻ ലബനനിലേക്കായിരിക്കാം ഇയാളെ കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ള ചില വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. കാരണം ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമാണ്, അവരുടെ കോട്ടയാണ് തെക്കൻ ലബനൻ. എന്നാൽ ഇസ്രയേലുമായുള്ള ആക്രമണത്തിൽ തെക്കൻ ലബനൻ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രയേൽ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്ന് ഹിസ്ബുള്ളകൾ ജീവനും കൊണ്ട് ഓടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തെക്കൻ ലബനന്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും ഹിസ്ബുള്ള ശക്തമാണ്. അവരുടെ കൈകളിലേക്കാണ് ഇസ്രയേലിന്റെ ഈ ചാരൻ എത്തിപ്പെടാൻ പോകുന്നത്. എന്നാൽ അയാളെ രക്ഷിക്കാനുള്ള നീക്കത്തിലേക്ക് ഇസ്രയേൽ കടക്കും എന്നുള്ള, പ്രത്യേകിച്ച് മൊസാദ് കടക്കും എന്നുള്ള ചില സൂചനകളും വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു രാത്രി സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. കഴിഞ്ഞ ആഴ്ചയാണ് ലബനൻ സുരക്ഷാ സേന അതീവ രഹസ്യമായി ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഹിസ്ബുള്ളയുടെ സുരക്ഷാ വിഭാഗത്തിലെ അതിപ്രധാനികളായ 4 കമാൻഡർമാരുടെ വധത്തിന് പിന്നിൽ ഇയാൾ നൽകിയ വിവരങ്ങൾ ഉണ്ട് എന്നാണ് പ്രാഥമിക കണ്ടെത്തൽ. ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ സ്വാധീനമുള്ള തെക്കൻ ലബനൻ സ്വദേശിയാണ് അറസ്റ്റിലായ പ്രതി. ഇയാളുടെ ഭാര്യ ഇറാഖ് സ്വദേശിനിയാണ്. ലബനൻ വിട്ട് ഇറാഖിലേക്ക് കടക്കാൻ ബെയ്റൂട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയപ്പോഴായിരുന്നു സുരക്ഷാ വിഭാഗം ഇയാളെ നാടകീയമായി വലയിലാക്കിയത്. ഇറാഖിലേക്ക് പതിവായി യാത്ര ചെയ്തിരുന്ന ഇയാൾ അവിടെ നിന്ന് തുർക്കിയിലേക്ക് പോകുകയും ഇസ്രയേൽ ചാര സംഘടനയായ മൊസാദിന്റെ ഉദ്യോഗസ്ഥരുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ബെയ്റൂട്ടിലെയും സമീപ പ്രദേശങ്ങളിലെയും ഹിസ്ബുള്ള കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളാണ് ഇയാൾ തുർക്കിയിൽ വെച്ച് മൊസാദ് പ്രതിനിധികൾക്ക് കൈമാറിയത്. സുരക്ഷാ കാരണങ്ങളാൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാക്കളുടെ പേര് വിവരങ്ങളോ അവർ വധിക്കപ്പെട്ട രീതിയോ വെളിപ്പെടുത്താൻ ലബനീസ് അധികൃതർ തയ്യാറായിട്ടില്ല. എന്നാൽ 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഹിസ്ബുള്ള പ്രത്യാക്രമണം ആരംഭിച്ചതു മുതൽ നിരവധി മുതിർന്ന നേതാക്കളാണ് ഇസ്രയേൽ വ്യോമാക്രമണങ്ങളിൽ ലബനനിൽ കൊല്ലപ്പെട്ടത്. തുടർന്ന് ലബനനെ കൂടി ഉൾപ്പെടുത്തി യുദ്ധം കൂടുതൽ വ്യാപകമായി. 2024 സെപ്റ്റംബറിൽ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ പ്രധാന ആസ്ഥാനത്തിന് നേരെ നടന്ന ശക്തമായ ആക്രമണത്തിൽ ഗ്രൂപ്പ് തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടതും ഇതിന്റെ ഭാഗമായിരുന്നു. പതിറ്റാണ്ടുകളായി ഇസ്രയേലുമായി ഔദ്യോഗികമായി യുദ്ധത്തിൽ തുടരുന്ന രാജ്യമാണ് ലബനൻ. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനായി ചാരപ്രവർത്തനം നടത്തുന്ന നിരവധി പേരെയാണ് ലബനീസ് സുരക്ഷാ സേന പലപ്പോഴായി പിടികൂടിയിട്ടുള്ളത്. 2019 ലബനൻ നേരിട്ട കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മുതലെടുത്താണ് ഇസ്രയേലി ഏജൻസികൾ വലിയ തോതിൽ പ്രാദേശിക ചാരന്മാരെ റിക്രൂട്ട് ചെയ്തത്. ഓൺലൈൻ വഴിയാണ് അവരിൽ ഭൂരിഭാഗം പേരെയും ചാര സംഘടനകൾ വലയിലാക്കിയത്. മുൻപ് നടന്ന സംഘർഷങ്ങളിലും ഇസ്രയേലിന് വിവരങ്ങൾ കൈമാറിയതിന് 30ഓളം പേരെ ലബനൻ സുരക്ഷാ വിഭാഗം അറസ്റ്റ് ചെയ്തിരുന്നു. ലബനനിലെ നിലവിലെ നിയമപ്രകാരം ഇസ്രയേലുമായി സഹകരിക്കുകയോ ചാരപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നവർക്ക് കഠിനമായ ശിക്ഷയാണ് ലഭിക്കുന്നത്. രാജ്യദ്രോഹ കുറ്റത്തിന് ഇത്തരക്കാർക്ക് 25 വർഷം വരെ കഠിന തടവ് ശിക്ഷ വിധിക്കാൻ ലബനീസ് കോടതികൾക്ക് അധികാരമുണ്ട്. നിലവിൽ പിടിയിലായ ഉയർന്ന തലത്തിലുള്ള ഏജന്റിനെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഇവിടെ ഇത് ലബനീസ് ഉദ്യോഗസ്ഥരാണ് ചാരപ്രവർത്തനം നടത്തിയ ആളെ പിടികൂടിയതെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ഹിസ്ബുള്ളയുടെ കൈകളിലേക്കാണ് ഇയാൾ പോകാൻ പോകുന്നത്. അവർ ഹിസ്ബുള്ള, അതായത് ഒരു ഭീകര ഗ്രൂപ്പാണ്, അവർ അയാളെ മൃഗീയമായി തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം മൊസാദിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നവരെ തലവെട്ടുക എന്നുള്ളതാണ്. അതിനു മുൻപ് തന്നെ അവരെ അതിക്രൂരമായി വേട്ടയാടുക എന്നുള്ള രീതിയും ഇവർ പുറത്തെടുക്കാറുണ്ട്. ഹസൻ നസറുള്ള, അതായത് ഹിസ്ബുള്ളയുടെ തലവനാണ്. ആ തലവനെ ഒരു ബങ്കറിലിട്ടാണ് ഇസ്രയേൽ കൊലപ്പെടുത്തുന്നത്. ഇതുകൂടാതെ ഹസൻ നസറുള്ളയോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുടെ നിരവധി നേതാക്കളെയാണ് അന്ന് ഇസ്രയേൽ കൊലപ്പെടുത്തിയത്. ഇതിനുവേണ്ടി എല്ലാം വിവരങ്ങൾ ചോർത്തി കൊടുത്തത് ഈ ചാരനാണ്, അതായത് ലബനനിലെ തന്നെ ഒരു ചാരനാണ് എന്നുള്ളതാണ്
വ്യക്തമായിരിക്കുന്നത്. ഇത് മാത്രമല്ല, മൊസാദിൻ്റെ ചാരവലയം അത് ആർക്കും ഭേദിക്കാൻ കഴിയുന്നതല്ല. ലബനനിലും അതുപോലെ തന്നെ യമനിലും ഇറാനിലും ഇറാഖിലും ഇറാൻ്റെ മിലീഷ്യകളുടെ എല്ലാ കേന്ദ്രങ്ങളിലും മൊസാദിൻ്റെ ഒരു ചാരവലയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേലിന് നേരെ നടക്കാൻ പോകുന്ന അപകടങ്ങൾ മുൻകൂട്ടി കാണുകയും അതിനെ തകർത്തെറിയാൻ ഇസ്രയേലിന് കഴിയുന്നതും. എന്നാൽ പിഴച്ചുപോയത് 2023 ഒക്ടോബർ 7 നടന്ന ആക്രമണമാണ്. ഒരു വിവരവും പോലും മൊസാദിൻ്റെ ചെവിയിലേക്ക് എത്തിയില്ല. എന്തെങ്കിലും ഒരു വിവരം കിട്ടിയിരുന്നെങ്കിൽ ആ ഒരു ആക്രമണം അന്ന് ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും മൊസാദ് ഇപ്പോൾ വീണ്ടും ശക്തമായി തന്നെ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. തങ്ങൾക്കുണ്ടായ ഒരു വലിയ നാണക്കേട് 2023 ഒക്ടോബർ 7 അതിന് കണക്ക് വീട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മൊസാദ് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ശത്രുക്കളെ വകവരുത്തുന്നതിന് ഏതറ്റം വരെയും പോകാൻ മൊസാദ് മടിക്കില്ല. ഇറാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. അതായത് അമേരിക്ക യുദ്ധം അവസാനിപ്പിച്ചാലും ഇസ്രയേൽ അവസാനിപ്പിക്കാൻ തയ്യാറാകില്ല. ഇസ്രയേൽ പ്രത്യേകിച്ച് മൊസാദ് ചാരന്മാർ ഇറാന്റെ ഓരോ നേതാക്കളുടെയും തലകൾ മൊസാദ് വെട്ടി വീഴ്ത്തിക്കൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.